പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനെതിരെ ഉയർന്ന പെരുമാറ്റച്ചട്ട ലംഘന പരാതിയിൽ മൗനം പാലിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നടപടി വൈകുന്ന സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. വനിതാ സംവരണ ഭേദഗതി ബിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രതിപക്ഷ പാർട്ടികളെ കടന്നാക്രമിക്കുകയായിരുന്നു നരേന്ദ്രമോദി. വിവരങ്ങളുമായി പിയാ സുനിലുണ്ട്. പിയാ സുനിൽ, പ്രതീക്ഷിച്ചതുപോലെ തന്നെയല്ലേ ഇലക്ഷൻ കമ്മീഷൻ കാര്യമായിട്ട് പരാതികളോട് പ്രതികരിച്ചിട്ടില്ല, അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതുമില്ല. ഇനി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നതിന്റെ പേരിൽ കോടതിയെ സമീപിക്കാം പ്രതിപക്ഷ കക്ഷികൾക്ക്. അതാത് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികൾക്ക് ഈ വിഷയത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനമുണ്ടെങ്കിൽ നടപടിയെടുക്കാം. നേരത്തെ ഇന്ദിരാഗാന്ധിക്ക് അലഹബാദ് ഹൈക്കോടതി അന്ന് പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയില്ല എന്ന് വിധിച്ചതും ഇതേപോലെ സമാനമായ സാഹചര്യത്തിൽ സർക്കാർ സംവിധാനങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ദുരുപയോഗം ചെയ്ത എന്ന പരാതിയിന്മേലാണ്. സമാനമായ സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ മൗനമാചരിക്കുമ്പോൾ ഇനി പ്രതീക്ഷ കോടതികൾ മാത്രമാണ്. അരുൺ, തീർച്ചയായും പ്രതിപക്ഷ പാർട്ടികൾ കോടതിയെ സമീപിക്കാൻ ആലോചിക്കുകയാണ്. കോൺഗ്രസും CPM-ഉം CPI-യും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും 2 ദിവസമായും ഈ പരാതിയിൽ എന്തെങ്കിലും ഒരു നടപടിയെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഏതായാലും നമുക്കറിയാം, നേരത്തെ അസമിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അന്ന് ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗത്തിന്റെ അവസ്ഥ പിന്നീട് വലിയ ചർച്ചയായിരുന്നു, വലിയ വിവാദമായിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ ഒരു പരാതിയിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഏതായാലും ഇതൊരു പെരുമാറ്റച്ചട്ട ലംഘനമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുമില്ല. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ അടച്ചാക്ഷേപിക്കുകയും പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ നടത്തിയ ആരോപണവുമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരും എന്നാണ് കപിൽ സിബലിനെ പോലുള്ള മുതിർന്ന അഭിഭാഷകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് കോടതിയിൽ നിന്ന് നീതി തേടി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നത്. ഓക്കെ, താങ്ക് യു പിയാ സുനിലാണ് വിവരങ്ങൾ നൽകിയത്.